ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലു ആൻഡ് ചിമ്മു. ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ ഉണ്ടാക്കിയ ഒരു കിഡിലൻ റെസിപ്പി ആയിട്ടാണ്. കിഡിലൻ എന്ന് പറഞ്ഞാൽ പോരാ, സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാനിതാ ഇവിടെ ഒരു പഴുത്ത വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ 2-3 പഴം എടുക്കാൻ ട്രൈ ചെയ്യുക, കാരണം ഇതിന് അത്രയും പൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് വെച്ചാണ് ചെയ്തത്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഞാനിത് എടുത്ത് സുചിത്ര മോഹൻലാലിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നേ. അപ്പോൾ ഇത് പഴയ ഇൻ്റർവ്യൂ ആണ്, പക്ഷേ ഞാൻ ഇപ്പോഴാണ് കാണാനിടയായത്. ആ ടൈമിൽ സുചിത്ര അതിൽ ഷെയർ ചെയ്ത മോഹൻലാലിൻ്റെ ഒരു ഡെസേർട്ട് റെസിപ്പി ആയിരുന്നു ഇത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ റോബസ്റ്റ പഴം യൂസ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുന്ന ടൈമിൽ 2-3 പഴം എടുത്ത് ചെയ്യാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ വേണമെങ്കിലും നീളത്തിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പിലാണ് ഈ പഴം കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു റെസിപ്പിക്ക് പറയുന്ന പേര് ബനാന ഫ്ലേംബേ വിത്ത് ഐസ്ക്രീം എന്നാണ്. പക്ഷേ ഇതിൻ്റെ ഒരു നാടൻ വേർഷനാണ് നമുക്ക് ലാലേട്ടനോടെ പരിചയപ്പെടുത്തി തന്നത്. അപ്പം നമുക്കും ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാം. പിന്നെ ഇത് ആ ഒരു സെയിം രീതിയിൽ തന്നെയല്ല, എൻ്റെതായ ഒരു സ്റ്റൈലിലും കൂടെയാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് നമുക്കും ഇതുപോലുള്ള ഐറ്റംസ് തയ്യാറാക്കിയെടുക്കാമല്ലോ. ഫ്രൈ പാനൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലൂടെ നമുക്ക് 2 ടീസ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഏതിനായാലും നല്ല ടേസ്റ്റാണ്. അതുപോലെ നട്ട്സൊക്കെ റോസ്റ്റ് ചെയ്തിടുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിതവിടെ 2 ടീസ്പൂണോളം ഗീ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന മുഴുവനായി ഇട്ടെടുത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബനാന നന്നായി കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ജസ്റ്റ് ഷാലോ ഫ്രൈ അല്ല, നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. 2 സൈഡും ഒന്ന് കളർ നന്നായിട്ട് ചേഞ്ച് ആയി കിട്ടുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ബനാനയൊക്കെ ഇതാ ഇവിടെ ഓൾമോസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ അതുപോലെ ഇതിൻ്റെ അകത്ത് ഞാൻ ഇടാൻ പോകുന്നത് ശർക്കരയാണ്. ഒരു വലിയ ശർക്കര എടുത്തിട്ട് അതിനെ 2ആയി മുറിച്ചിട്ടുള്ളൊരു കുഞ്ഞു പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. വീഡിയോ എടുത്തിരുന്നു, പക്ഷേ അത് സേവ് ആയില്ല. ഇതാ ഒരു കുഞ്ഞു പീസ് ശർക്കര ഞാനിങ്ങനെ ഫ്രൈ പാനിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നതാണ്. ഇതൊരു ശർക്കരപ്പാനി പോലെ, ഇച്ചിരി കട്ടിയുള്ളൊരു ശർക്കരപ്പാനിയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പൊടിച്ച ശർക്കരയോ അതുപോലെ പീസ് പോലെയാണെങ്കിൽ അതൊന്ന് ചീകിയിട്ട് കൊടുത്താലും മതി. അപ്പോൾ അതുപോലെയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ക്യാമറയിൽ വീഡിയോ സേവായി വന്നിട്ടില്ല. ഇത് സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ശർക്കര പൊടിയോ ശർക്കരൻ്റെ പീസോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇട്ടതിലോട്ട് അല്പം വെള്ളം ഒഴിച്ചൊരു ശർക്കരപ്പാനി തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിനി ഇത് നന്നായി ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ച ബനാനയില്ലേ, അത് ഇതിലോട്ട് മിക്സ് ചെയ്തൊന്ന് നന്നായിട്ടൊന്ന് രണ്ടും കൂടെ മിക്സ് ആവുന്ന രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. ശർക്കരയിൽ നിന്ന് ബനാന വേവില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ പഴം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയേ. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ബനാന മുഴുവനായിട്ട് അതിലിട്ട് കൊടുക്കാം. ശർക്കരപ്പാനിയിൽ ബനാന ഇട്ട് നന്നായി ഒന്ന് കുറുകി വരുന്നത് പോലെ എടുക്കാം കേട്ടോ. ആ ഒരു ശർക്കരപ്പാനിയിൽ കിടന്ന് പഴവും ശർക്കരപ്പാനിയും കൂടെ നന്നായിട്ട് ഇങ്ങനെ മിക്സായി വരുന്ന വിധത്തിലൊന്ന് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ടൈമിൽ പഴം ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ. പഴം അതേ ഒരു ഷേപ്പിൽ തന്നെ കിട്ടണം, ഉടഞ്ഞു പോകരുത് കേട്ടോ. ഇപ്പോൾ സുചിത്ര മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ ഈ അടുത്താണ് കണ്ടത്. കണ്ടപ്പം തന്നെ മനസ്സിൽ കൂടിക്കയറിയ ആഗ്രഹമാണ് ഇതൊന്നും ഉണ്ടാക്കണം, ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ പലരും പല രീതിയിൽ ഇത് ഉണ്ടാക്കുന്നുണ്ട്. റമ്മ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹണി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഹണിയൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് അധികം വേണമായിരുന്നേ. അപ്പോൾ എൻ്റെ കയ്യിൽ ഹണി എടുക്കാൻ അത്ര ഉണ്ടായിരുന്നില്ല. ഞാൻ വേറൊരു ചാനലിലും കണ്ടപ്പോൾ ഒരാളിത് ശർക്കര വെച്ചിട്ട് ചെയ്യുന്നത് കണ്ടു. അങ്ങനെയാണ് ഞാനിവിടെ ശർക്കര യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹണിയോ റമ്മോ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ശർക്കരയിലാണെങ്കിലും പൊളിയാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ, ഫുഡൊക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈമിൽ നിങ്ങളൊന്ന് ഇതിലുണ്ടാക്കി അവരുടെ മുമ്പിൽ കൊണ്ടുപോയി ചോക്ക്. ഗസ്റ്റ് ഞെട്ടിപ്പോവും കേട്ടോ, നമ്മുടെ ബനാന ഫ്ലേംബേ വിത്ത് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഗസ്റ്റിനൊക്കെ ഞെട്ടിക്കാൻ പറ്റിയൊരു സൂപ്പർ ഐറ്റമാണ്. അപ്പം നമ്മുടെ പഴവും ശർക്കരപ്പാനിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് നമുക്ക് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. നന്നായിട്ട് തണിഞ്ഞ് കഴിക്കുന്നതിനേക്കാളും അത്യാവശ്യം ചെറിയ ചൂടുള്ള ടൈമിൽ തന്നെ നമുക്കിത് കഴിക്കാൻ നോക്കാം. അപ്പോൾ ഞാനിത് ഇതൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്.
ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഈ പഴത്തിൻ്റെ മേലെ നമുക്ക് നട്ട്സൊക്കെ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നട്ട്സ് അല്ല യൂസ് ചെയ്യുന്നത്. എങ്ങനെയായാലും ഇത് ടേസ്റ്റാണ്. ഞാനിവിടെ കുറച്ച് നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങയാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം തേങ്ങ ഞാൻ ഇതിന് മേലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ഐസ്ക്രീമാണ്. ഏത് ഫ്ലേവറിലുള്ള ഐസ്ക്രീം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബട്ടർ സ്കോച്ചാണ്. സംഭവം എന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും മസ്റ്റ് ടൈം ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് കഴിച്ചിട്ട് പിന്നെയും കഴിക്കാൻ വേണ്ടി തോന്നിയിരുന്നേ. അപ്പോൾ എന്തായാലും ലാലേട്ടന് ഒരു ബിഗ് താങ്ക്സ് ഇതുപോലുള്ളൊരു റെസിപ്പി ഷെയർ ചെയ്തിരുന്നതിനെ. ആ ഇൻ്റർവ്യൂ കണ്ടപ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ബനാന ഫ്ലേംബ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ബനാന ഡെസേർട്ട് പൊളിച്ചു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പം എല്ലാവരും മസ്റ്റ് ടൈം ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതാണ്. നിങ്ങളിത് ഉണ്ടാക്കുവാണെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.